സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തെയും എറണാകുളം അങ്കമാലി അതിരൂപതയെയും തലശ്ശേരി തിരുട്ട് സംഘത്തിൽ നിന്നും രക്ഷിക്കുവാൻ സഭാ നേതൃത്വം രംഗത്ത് വരണമെന്ന് വിശ്വാസികൾ മുറവിളി കൂട്ടുന്നു. സഭയെ വഞ്ചിച്ചുകൊണ്ട് തട്ടിപ്പ് സമവായം ഉൾപ്പെടെ വിമതർക്ക് സംരക്ഷണം നൽകുന്ന തലശ്ശേരിക്കാരൻ സിനഡ് സെക്രട്ടറി മെത്രാനും അദ്ദേഹത്തിന്റെ നോമിനികളായവരുമാണ് സഭയും അതിരൂപതയും തകർക്കുന്നതെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത്. എറണാകുളം അതിരൂപതയുടെ വൈസ് ചാൻസലറായി ഒരു തലശ്ശേരിക്കാരൻ എന്തിനാണെന്നാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പാമ്പ്ളാനി മെത്രാനിലൂടെ എറണാകുളത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആകുവാൻ ശ്രമിക്കുന്നതായും ഒരു വാർത്തയുണ്ട്. അതുപോലെ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന കാവിൽപുരയുടെ അടക്കം തലശ്ശേരിക്കാരെ നീക്കം ചെയ്യാതെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. അത് ശരിവെക്കുന്ന എറണാകുളത്തെ ഒരു മുതിർന്ന വൈദികന്റെ ശബ്ദ സന്ദേശം നമ്മൾ കേട്ടതാണ്. വിമതപക്ഷവും തലശ്ശേരി കുറുവ സംഘവും ചേർന്ന് ചില മെത്രാന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് ചില മെത്രാന്മാർ തന്നെ അടക്കം പറയുന്നു. എന്തായാലും ദുർബല സഭാ നേതൃത്വവും വിമതരും ചേർന്ന് നടത്തുന്ന നാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായി മാറി പാവം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ. എന്ന് ഇതിൽ നിന്നൊരു മോചനം ലഭിക്കും? ഇന്ന് തീരും നാളെ തീരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളും മാസങ്ങളുമാകുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും പ്രശ്നങ്ങൾ കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ദയനീയ കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഏകീകൃത കുർബാന വിഷയത്തിൽ കോടതിയിൽ പോയ വിശ്വാസികൾക്ക് കഴിഞ്ഞ ജൂലൈ 1 സമവായ പ്രകാരം ഒരു കുർബാന മാത്രം ഏകീകൃത രീതിയിൽ അർപ്പിച്ചു കൊടുക്കാൻ വൈദികർ തയ്യാറാവണമെന്നതാണ് സീറോ മലബാർ സഭയുടെ നിലപാടെന്ന് PRO പറഞ്ഞു. അതെന്താണെന്ന് വിശ്വാസികൾക്ക് മനസ്സിലാകുന്നില്ല. അത് സിനഡ് പിതാക്കന്മാർ വ്യക്തമാക്കണം. അങ്ങനെയെങ്കിൽ സീറോ മലബാർ സഭയിലെ മുഴുവൻ രൂപതകളിലും ആ സമവായ കുർബാന നടപ്പിലാക്കാൻ ഉള്ള ആർജവത്വം സഭാ സിനഡ് കാണിക്കണം. മറിച്ച് സിനഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ ഇത്തരം ഒരു വിശദീകരണം ഇറക്കിയ സീറോ മലബാർ സഭ PROയെ ഉടൻ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ സഭാ സിനഡ് തയ്യാറാവണം. കൂടാതെ സഭാ വിശ്വാസികളെ വഞ്ചിക്കുന്ന നിലവിലെ കൂരിയ ഒന്നടങ്കം പിരിച്ചുവിടാൻ സിനഡ് തീരുമാനമെടുക്കണമെന്നാണ് മാർത്തോമാ നസ്രാണി സംഘം ആവശ്യപ്പെടുന്നത്.